ലോകമെമ്പാടുമുള്ളവരെ ക്രിക്കറ്റ് ബാറ്റ് പിടിപ്പിച്ചത് ഇംഗ്ലീഷുകാരാണ്. പക്ഷേ കളി പഠിച്ചവർ തങ്ങളേക്കാൾ മികച്ചവരായി മാറുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ഒടുവിൽ ക്രിക്കറ്റിൻ്റെ പരമോന്നതമായ സിംഹാസനത്തിലിരിക്കാൻ ഒരു ഇംഗ്ലീഷുകാരൻ വരികയാണ്, ജോസഫ് എഡ്വേർഡ് റൂട്ട്. 2020 ഡിസംബർ 30 ജോ റൂട്ടിൻ്റെ പ്രായം 30. അന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന സെഞ്ചുറികളുടെ എണ്ണം വെറും 17 മാത്രം. കിങ് കോഹ്ലിയുടെ പേരിൽ അന്നുണ്ടായിരുന്നത് 27 ടെസ്റ്റ് സെഞ്ചുറികൾ. അന്ന് സ്റ്റീവ് സ്മിത്തിന് 26ഉം കെൻ വില്യംസണിന് 23 സെഞ്ചുറികളുണ്ട്. ക്രിക്കറ്റ് ലോകം ഫാബുലസ് ഫോർ എന്ന് വിളിച്ച 4 സംഘത്തിൽ ഏറ്റവും പിന്നിലായിരുന്നു ജോ റൂട്ട്. 4 വർഷങ്ങൾക്കിപ്പുറം കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് സ്ഥിതി? 4.5 വർഷം കൊണ്ട് റൂട്ട് തൻ്റെ സെഞ്ചുറികളുടെ എണ്ണം ഇരട്ടിയിലേറെയാക്കി. 3 സെഞ്ചുറികൾ കൂടി മാത്രം നേടി കോഹ്ലി കളി മതിയാക്കിപ്പോയി. IPL ആഘോഷരാവുകളിലോ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൻ്റെ കളർഫുൾ ജേഴ്സിയിലോ നാം അധികം ജോ റൂട്ടിനെ കണ്ടിട്ടില്ല. അതിനൊന്നും പറ്റിയൊരു ബ്രാൻഡായി ആരും ജോ റൂട്ടിനെ കാണാറുമില്ല. എന്നാൽ റൂട്ട് അതൊരു അവസരമാക്കിയെടുത്തു. ഇതിനോടകം 37 സെഞ്ചുറികൾ തൻ്റെ പേരിനൊപ്പം ചേർത്ത റൂട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതിനോടകം ഇതിഹാസങ്ങൾക്കൊപ്പമാണ് ഇരിക്കുന്നത്. വെറും 120 റൺസ് കൂടി ചേർത്താൽ ക്രിക്കറ്റിലെ 3 വലിയ പേരുകൾ അയാൾക്ക് പിന്നിലേക്ക് പോകും. നിലവിൽ 186 മത്സരങ്ങളിൽ നിന്നും 13,289 റൺസാണ് റൂട്ടിൻ്റെ സമ്പാദ്യം. വെറും 30 റൺസ് നേടിയാൽ വൻമതിൽ ദ്രാവിഡിനെ റൂട്ട് മറികടക്കും. 31 റൺസ് നേടിയാൽ ദക്ഷിണാഫ്രിക്കൻ മതിൽ കാലിസിനെയും കടക്കാം. സാക്ഷാൽ റിക്കി പോണ്ടിങ്ങിനെ മറികടക്കാൻ വേണ്ടത് 120 റൺസ്, അഥവാ ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെ 3 അധികായരെ മറിച്ചിട്ട് റൂട്ടിനെ 2ാം സ്ഥാനത്തേക്ക് കയറാം. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറെ മറികടക്കാനാകുമോ? 2.5 പതിറ്റാണ്ട് കൊണ്ട് മാസ്റ്റർ ബ്ലാസ്റ്റർ കെട്ടിയുണ്ടാക്കിയ 15,921 റൺസ് എന്ന ഹിമാലയൻ കോട്ട മറികടക്കുമോ എന്നാണ് ചോദ്യം. കണക്കുകളും ഫോമുമാണ് മാനദണ്ഡമെങ്കിൽ കടക്കും എന്ന് തന്നെയാണ് ഉത്തരം. സച്ചിൻ എന്ന ഫിനിഷിംഗ് പോയിന്റിലെത്താൻ 2,663 റൺസിൻ്റെ വലിയ ദൂരമാണ് റൂട്ട് പിന്നിടേണ്ടത്. 13,259 റൺസ് ഇതിനോടകം നേടിയ റൂട്ടിന് 2,663 റൺസ് കൂടി നേടുക എന്നത് ലളിതമല്ലേ എന്ന് തോന്നാം. എന്നാൽ ക്രീസിൽ അത് അത്ര എളുപ്പമല്ല. കാരണം ഈ വർഷം ഡിസംബർ 20 റൂട്ടിന് 35 വയസ്സ് തികയും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2-3 വർഷം കൂടി ഇനിയും റൂട്ടിന് മുന്നിൽ ശേഷിക്കുന്നുണ്ട്. അഥവാ സച്ചിനെ മറികടക്കാൻ റൂട്ട് ഇനിയുള്ള ഓരോ കലണ്ടർ വർഷത്തിലും 1000-ലേറെ റൺസ് ഇനിയും നേടേണ്ടതുണ്ട്. ഒരു ബാറ്ററുടെ വാർദ്ധക്യമായി കാണുന്ന ഈ വർഷങ്ങളിൽ അതിന് റൂട്ടിന് സാധിക്കുമോ എന്ന് തെളിയിക്കേണ്ടത് കാലമാണ്. പക്ഷേ നിലവിലെ ഫോമിൽ റൂട്ടിനത് എളുപ്പം ഓടിയെത്താവുന്ന ദൂരമാണ്. പോയ വർഷം 1586 റൺസ് നേടിയ റൂട്ട് ഈ വർഷം ഇതുവരെ 287 റൺസാണ് നേടിയത്. ആവറേജ് 47. ഇന്ത്യക്കെതിരായ 2 ടെസ്റ്റുകളും ആഷസിലെ 4 ടെസ്റ്റുകളുമാണ് ഈ വർഷം ഇനി റൂട്ടിന് ബാക്കിയുള്ളത്. ഇംഗ്ലണ്ട് മറ്റേത് രാജ്യത്തിനേക്കാളും ടെസ്റ്റ് ക്രിക്കറ്റിന് പ്രാധാന്യം നൽകുന്നവരാണെന്നത് റൂട്ടിന് മുന്നിൽ വലിയ സാധ്യത തുറക്കുന്നു. 2020 ആവിർഭാവത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും ടെസ്റ്റ് മത്സരങ്ങളുടെ എണ്ണം കുറച്ചെങ്കിലും ഇംഗ്ലീഷുകാർക്ക് അത് കാര്യമായി ബാധിച്ചിട്ടില്ല. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഏറ്റവും അധികം ടെസ്റ്റ് കളിക്കുന്നതും ഇംഗ്ലണ്ടാണ്. കൂടാതെ അടുത്ത വർഷം പാകിസ്ഥാനും ന്യൂസിലാൻഡുമായി ഇംഗ്ലണ്ടിന് ഹോം ടെസ്റ്റ് സീരീസ് ഉണ്ട്. പൊതുവെ ഇവർക്കെതിരെ മികച്ച ട്രാക്ക് റെക്കോർഡാണ് റൂട്ടിനുള്ളത്. മറ്റ് ഇംഗ്ലീഷ് ബാറ്റർമാരെക്കാൾ സ്പിന്നിനെ നന്നായി കളിക്കുന്ന റൂട്ടിന് ബംഗ്ലാദേശുമായുള്ള പരമ്പരയും ഒരു പ്രതീക്ഷയാണ്. ഹോം ട്രാക്കിലും എവേ ട്രാക്കിലും ഒരുപോലെ മിന്നുന്ന താരമാണ് റൂട്ട്. ഹോമിൽ 54ഉം എവേയിൽ 46ഉമാണ് റൂട്ടിൻ്റെ ആവറേജ്. റൂട്ട് ഏറ്റവും നന്നായി കളിക്കുന്ന ടീമുകളിലൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യക്കെതിരെ മാത്രം 3099 റൺസ് അടിച്ച റൂട്ട് 11 സെഞ്ചുറികളും ഇതിനോടകം നേടി. ഇന്ത്യക്കെതിരെ ഏറ്റവും അധികം സെഞ്ചുറിയുള്ള താരമെന്ന സ്റ്റീവ് സ്മിത്തിൻ്റെ റെക്കോർഡിനൊപ്പം റൂട്ട് എത്തി. പക്ഷേ ബദ്ധവൈരികളായ ഓസീസിൻ്റെ മണ്ണിൽ ഒരു സെഞ്ചുറി പോലുമില്ല എന്നത് റൂട്ടിൻ്റെ കരിയറിലെ ഒരു ബ്ലാക്ക് മാർക്കാണ്. 14 മത്സരങ്ങളിൽ ആസ്ട്രേലിയൻ മണ്ണിലിറങ്ങിയ റൂട്ട് 35 ശരാശരിയിൽ 892 റൺസാണ് അവിടെ നേടിയത്. ഈ വർഷം നടക്കുന്ന ആഷസ് പരമ്പരയിൽ അതിനൊരു മാറ്റം കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിലാണ് റൂട്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ബെൻ സ്റ്റോക്സിന് കൈമാറിയത് റൂട്ട് എന്ന ബാറ്ററെ കൂടുതൽ മെച്ചപ്പെടുത്തിയെന്ന് പറയാം. ബ്രണ്ടൻ മക്കല്ലം കോച്ചായതിനു ശേഷമുള്ള ബാസ്ബോൾ വിപ്ലവത്തിൽ കൂടുതൽ അഗ്രസീവായി ബാറ്റ് ചെയ്യുന്ന റിസ്ക് ഷോട്ടുകൾ എടുക്കുന്ന റൂട്ടിനെയാണ് നാം കാണുന്നത്. റെക്കോർഡുകൾക്ക് വേണ്ടിയല്ല, ടീമിനെ ജയിപ്പിക്കുന്നതിലാണ് ഫോക്കസ് എന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും സച്ചിനെ മറികടക്കുക എന്ന അത്യപൂർവ്വ നേട്ടം റൂട്ടിനെ മോഹിപ്പിക്കുന്നു എന്നുറപ്പാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സച്ചിൻ്റെ റെക്കോർഡുകൾ തകർക്കുമെന്ന് കരുതിയിരുന്ന മറ്റൊരു ഇംഗ്ലീഷുകാരൻ കൂടിയുണ്ടായിരുന്നു. പേര് അലിസ്റ്റർ കുക്ക്. 33 വയസ്സിൽ 12,000 റൺസ് പിന്നിട്ട അദ്ദേഹം സച്ചിനെ മറിച്ചിടുമെന്ന് തന്നെ പലരും വിധി കുറിച്ചു. എന്നാൽ തുടർച്ചയായ ഫോമില്ലായ്മകളിൽ വലഞ്ഞ കുക്ക് ഒടുവിൽ 34 വയസ്സ് തികയും മുമ്പേ കളി അവസാനിപ്പിച്ചു പോയി. പക്ഷേ റൂട്ട് 30കൾക്ക് ശേഷം കൂടുതൽ ഫോമിലേക്ക് ഉയർന്നു എന്നതാണ് സത്യം. ഇനി റൺസിൽ റൂട്ട് സച്ചിനെ മറികടന്നാലും മാസ്റ്റർ ബ്ലാസ്റ്ററുടെ ലെഗസിക്ക് ഒരു പോറലുമേൽക്കില്ല എന്നാണ് ആരാധകരുടെ ഭാഷ്യം. നിലവിൽ റൂട്ടിനേക്കാൾ ആവറേജുള്ള സച്ചിന് ഓസ്ട്രേലിയൻ മണ്ണിൽ 53 എന്ന മികച്ച ആവറേജ് ഉണ്ട്. കൂടാതെ റൂട്ടിനേക്കാൾ 14 സെഞ്ചുറികളധികം അഥവാ 51 സെഞ്ചുറികളും സച്ചിൻ്റെ പേരിലുണ്ട്.